ഹലോ വീട്ടമ്മാസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചെമ്മീൻ ഉരുളക്കിഴങ്ങ് വറുത്തരച്ച കറിന്റെ റെസിപ്പി ആയിട്ടാണ്. അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു ചെമ്മീൻ കറിന്റെ റെസിപ്പിയാണ്. അപ്പൊ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ചെമ്മീനും ഉരുളക്കിഴങ്ങും ഒക്കെ വേവിച്ചെടുക്കാം. അപ്പൊ ഞാൻ ഇവിടെ 1 കപ്പ് ചെമ്മീൻ എടുത്തിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കിയതല്ല. ഇനി ഇതിലേക്ക് 2 വലിയ ഉരുളക്കിഴങ്ങ് 4 കഷ്ണിച്ചതാണ്, ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയതാണ്. 2 ചെറിയ തക്കാളി, 1 കഷ്ണം പുളിയിട്ട 2-3 പീസാക്കിയതാണ്. ഒരു വലിയ പീസ് എടുത്തിട്ട് ചെറുതാക്കിയതാണ്. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 പച്ചമുളക്, 1 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കും. ചെമ്മീനും ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് കിട്ടാനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തേക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഇത് വേവിച്ചെടുക്കാം. ഇപ്പൊ ഇത് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോ ഉരുളക്കിഴങ്ങും ചെമ്മീനൊക്കെ വെന്ത് വന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ വറുത്ത് അരച്ചെടുക്കാം. ഞാൻ ഇപ്പൊ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായതിനു ശേഷം നമുക്ക് ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, അതായത് അരമുറി തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്ക് വറുത്തെടുക്കാം. ഇതിലേക്ക് ഞാനിപ്പോ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് പെട്ടെന്ന് വറുത്ത് കിട്ടാനാണ്. ജസ്റ്റ് ഇതൊന്ന് പെട്ടെന്ന് ബ്രൗൺ കളറായി കിട്ടും. ഇതൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ. കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം. ഇത് തേങ്ങ ഒന്നും കൂടെ കളർ മാറിയതിന് ശേഷം നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് ഇതിലും, അത് 1/4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിലും ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം. ഇത് ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമുള്ള മുളക് പൊടിയാണ് കേട്ടോ. ഞാൻ ഇപ്പൊ 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. മുളക് പൊടി ഇട്ടതിന് ശേഷം പെട്ടെന്ന് തേങ്ങ വറുത്ത് മാറ്റണം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇനി ഇത് നോക്കാനായിട്ട് ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കണ്ടേ, ഇല്ലെങ്കിൽ ഇതിൽ തന്നെ ഇരുന്ന ചട്ടിന്റെ ചൂട് കൊണ്ട് കരിഞ്ഞു പോകുന്നത്. ഇപ്പൊ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുന്നത്. ഇപ്പൊ ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിന്റെ ജാറിലിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം. ഇത് തണുക്കട്ടെ. ഇപ്പൊ നേരത്തെ വേവിക്കാൻ വെച്ച ഉരുളക്കിഴങ്ങും തക്കാളിയും ചെമ്മീനൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ വറുത്തരച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് തപ്പിച്ചെടുക്കാം നല്ലപോലെ.
തേങ്ങ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിപ്പ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണ്ടേ. ഇപ്പൊ ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാട്ടോ. ഇനി ഇത് ഇളക്കിയിട്ട് ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കുക. അപ്പം എരിവും പുളിയൊക്കെ ഉണ്ട്. ഒരിത്തിരി ഉപ്പിന്റെ ആവശ്യം കൂടി ഉണ്ട് കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കണ്ടേ. ഇനി ഇതൊന്ന് നല്ലതുപോലെ തിളച്ച് ഒരിച്ചിരി കുറുകി കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്തിട്ട് കറി താളിക്കാട്ടോ. ഇപ്പൊ കറി നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഓഫ് ചെയ്തിട്ട് കറി താളിക്കാനി. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു നുള്ള് ഉലുവ ഇട്ട് കൊടുക്കാം. കറിവേപ്പില, ഇത് നല്ലൊരു ബ്രൗൺ കളർ ആവണ വരെ വഴറ്റിയെടുക്കാം. ഇവിടെ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി കറിയിലേക്ക് ഒഴിച്ചെടുക്കാം. അപ്പൊ ഇത്രേ ഉള്ളൂ ചെമ്മീൻ ഉരുളക്കിഴങ്ങ് വറുത്തരച്ച കറിന്റെ റെസിപ്പി. അപ്പൊ ഇഷ്ടപ്പെട്ടാൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.